ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗർഗഭാഗവതത്തിലെ വൃന്ദാവനത്തിലേക്കുള്ള ആ ഒരു മാറിപ്പാർക്കൽ തീരുമാനത്തെക്കുറിച്ചുള്ള വീഡിയോ ഇന്നലെ ചെയ്തു. ഇന്ന് വൃന്ദാവന ഗമനത്തിലേക്ക് തീരുമാനിച്ച ഗോപി ഗോപന്മാർ യാത്രയ്ക്കൊരുങ്ങുന്ന ആ ഒരു നിമിഷമാണ്. ഒപ്പം തന്നെ വത്സാസുര മോക്ഷവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി പാർത്ഥസാരഥിയത്തിലേക്ക് സ്വാഗതം, വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ശ്രീരാധാറാണിയെ സ്മരിച്ചുകൊണ്ട് ഈ കഥ കേൾക്കാം. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയേ. തേരുകളിലും കുതിരകളിന്മേലും കാളവണ്ടിയിലും കാൽനടയായും അമ്പാടി മുഴുവൻ ഉത്സാഹത്തോടുകൂടി വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. പശുക്കളും പശുപാലന്മാരും വൃദ്ധന്മാരും ബാലന്മാരും ശംഖുവിളിച്ചും ചേങ്ങലകൾ മുഴക്കിക്കൊണ്ടും മുൻപിലായി നടന്നു. യശോദാരോഹിണി വൃഷഭാനു പത്നിയായ കീർത്തി മുതലായ സ്ത്രീജനങ്ങൾ ശിബികാരൂഢരായി പുറപ്പെട്ടു. ശ്രീകൃഷ്ണനും ബലരാമനും സനന്ദൻ്റെയും ഉപനന്ദൻ്റെയും തോളിലാണ് കയറിയത്. ശ്രീമതി രാധാദേവിയാവട്ടെ അച്ഛൻ്റെ മടിയിൽ ഒരു ആനപ്പുറത്താണ് ഇരുന്നിരുന്നത്. അങ്ങനെ വൃന്ദാവനത്തിലെത്തിയ അവർ ഗോശാലകളും ഗൃഹങ്ങളുമെല്ലാം നിർമ്മിച്ച് തങ്ങളുടെ ജീവിതം തുടങ്ങി. അറ്റമില്ലാത്ത കാണാറായ പച്ച പുൽപ്പരപ്പിൽ മേഞ്ഞ പശുക്കൾ വയറു നിറയെ പുല്ലുകൾ തിന്നു നടന്നു. 4 യോജന നീളത്തിൽ ചുറ്റുമതിലും അതിനു പുറത്താഴമുള്ള കിടങ്ങും നിർമ്മിച്ചു അവർ. കൂടാതെ കുളങ്ങൾ, കിണറുകൾ, രാജവീഥികൾ, ക്ഷേത്രങ്ങൾ എന്നിവയടങ്ങിയ പ്രത്യേകം കൊട്ടാരങ്ങൾ നന്ദരാജനും വൃഷഭാനുവും വെവ്വേറെ പണിതു. കോമളകുമാരന്മാരായ രാമകൃഷ്ണന്മാർ ഗോപബാലന്മാരോടുകൂടി പശുക്കളെ മേച്ച് നടക്കുകയായി. നീലയും മഞ്ഞയും പട്ടുടുത്ത രാമനും കൃഷ്ണനും കാൽത്തളകൾ കിലുക്കിക്കൊണ്ട് പശുക്കുട്ടികളുടെ പിന്നാലെ ഓടി നടന്നു. മയിൽപീലികളും തളിരുകളും പൂക്കളും വെച്ചുകെട്ടി മയിലുകളെ പോലെ കുട്ടികൾ നൃത്തം വെച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കംസപ്രേരിതനായ വത്സാസുരൻ ഒരു പശുക്കുട്ടിയുടെ രൂപം എടുത്തുകൊണ്ട് ആ കന്നിൻ കൂട്ടത്തിൽ നുഴഞ്ഞു കടന്നു. എന്നിട്ട് വാലും പൊന്തിച്ച് ഓടിയ ആ പശുക്കുട്ടി വത്സാസുരൻ ഗോപബാലന്മാരെ എല്ലാവരെയും തള്ളി വീഴ്ത്താൻ തുടങ്ങി. മാത്രമല്ല ആ പശുക്കുട്ടി തൻ്റെ ഇടത്തേ കാലു പൊക്കി കൃഷ്ണനെ ഒരു ചവിട്ടും കൊടുത്തു. ഭയചകിതരായി മാറിയ ഗോപക്കുട്ടികൾ 4 പാടും ഓടിത്തുടങ്ങി. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തുവെന്നോ, ആ പശുക്കുട്ടിയുടെ പിൻകാലുകൾ പിടിച്ച് പൊക്കി ആകാശത്തിൽ ചുഴറ്റി ഒരു അടി കൊടുത്തു നിലത്ത്. എന്നിട്ട് വീണ്ടും 4 കാലും കൂടി കൂട്ടി പിടിച്ചെടുത്തൊരു വിളാർ മരത്തിൽ ഊക്കോടുകൂടി അടിച്ചു ഭഗവാൻ. അപ്പോൾ ആ ദൈത്യൻ ഉച്ചത്തിൽ അലറിക്കരഞ്ഞുകൊണ്ട് അവിടെ മരിച്ചു വീണു. ആ കപിത്ത വൃക്ഷവും അതോടുകൂടി കടപുഴങ്ങി വീണു. കുട്ടികളാവട്ടെ ഭഗവാന്റെ ഈ ഒരു പ്രവൃത്തി കണ്ട്, അവരുടെ കൃഷ്ണൻ്റെ ആ ഒരു പ്രവൃത്തി കണ്ട് ആശ്ചര്യം പൂണ്ടു. ബലേബേഷ് എന്നെല്ലാവരും ചേർന്ന് ആർത്തു വിളിച്ചു. അപ്പോൾ ദേവകളാവട്ടെ ആ സമയം മലർമഴ പെയ്യിച്ചു. ആ ദൈത്യൻ്റെ ദേഹത്തു നിന്നും ഒരു തേജസ് ഉത്ഭവിച്ച് ഭഗവാനിൽ ലയിക്കുകയും അതോടുകൂടി വത്സാസുരൻ മോക്ഷം നേടുകയും ചെയ്തു. എത്ര എളുപ്പത്തിലാണ് വത്സാസുരന് മോക്ഷം കിട്ടിയത് അല്ലേ? അപ്പോൾ ഈയൊരു മോക്ഷം നേടിയ ആ അസുരൻ്റെ കഥ കേട്ടാലോ? മുരാസുരൻ്റെ പുത്രനായ പ്രമീളൻ എന്നൊരു അസുരൻ ദേവന്മാരോട് പൊരുതി ജയിച്ച് വസിഷ്ഠാശ്രമത്തിൽ എത്തി. അവിടെയാണ് നന്ദിനി എന്ന പശുവിനെ ആ ഒരു അസുരൻ കാണാൻ ഇടയായത്. കണ്ട മാത്രയിൽ ആ പശുവിൽ ആഗ്രഹം പൂണ്ട പ്രമീളൻ ഒരു ബ്രാഹ്മണൻ്റെ കപടമായ വേഷം ധരിച്ച് വസിഷ്ഠമുനിയോട് പശുവിനെ യാചിച്ചു. അസുരൻ്റെ കാപട്യത്തിൻ്റെ സത്യാവസ്ഥ ആ നിമിഷം നന്ദിനി വസിഷ്ഠമുനിയെ ധരിപ്പിച്ചു. അങ്ങനെ കോപം പൂണ്ട വസിഷ്ഠമുനി അവനെ ശപിക്കുകയാണ്. ആശ്രമ പശുവിനെ തട്ടിയെടുക്കുവാൻ ശ്രമിച്ച നീ ഒരു പശുക്കുട്ടിയായി ഭവിക്കട്ടെ എന്ന്. പിന്നീട് പശ്ചാത്താപം പൂണ്ട പ്രമീളൻ ശാപമോക്ഷത്തിനു വേണ്ടി മഹർഷിയോട് കെഞ്ചി അപേക്ഷിച്ചു. അതിൽ പ്രസന്നനായ മുനി ദ്വാപരാന്തത്തിൽ ഭഗവത് സ്പർശനം കൊണ്ട് നിനക്ക് മുക്തി കൈവരുമെന്ന് പറഞ്ഞവനെ അനുഗ്രഹിച്ചു.
അങ്ങനെ ആ വസിഷ്ഠ വചനത്തിൻ്റെ പ്രഭാവത്താലാണ് വത്സാസുരന് ഭഗവാനാൽ മോക്ഷം ലഭിച്ചത്. ഒരു നാൾ ബലരാമനോടും ചങ്ങാതിമാരോടും കൂടി ചേർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ യമുനാ തീരത്തെത്തിയപ്പോൾ പർവ്വതാകാരനായൊരു വെളുത്ത കൊറ്റി, അതായത് കൊക്ക്, യമുനയുടെ തീരത്തിരിക്കുന്നത് കാണാറായി. എന്നാൽ കൃഷ്ണനെ കണ്ടതും മേഘം പോലെ ഗർജിച്ച് പാഞ്ഞു വന്ന ആ ഭഗം വജ്രതുല്യമായ അതിൻ്റെ ആ കൊക്കുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ കൊത്തി വിഴുങ്ങുകയുണ്ടായി. ഇത് കണ്ട ഗോപകുട്ടികൾ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ വ്യോമപാത സഞ്ചാരിയായ ദേവേന്ദ്രൻ ഇറങ്ങി വന്ന് തൻ്റെ വജ്രായുധം കൊണ്ട് ആ ഭഗത്തെ വെട്ടുകയും, അങ്ങനെ ദേവേന്ദ്രൻ വെട്ടിയപ്പോൾ ആ ഭഗത്തിൻ്റെ ഒരു തൂവൽ മാത്രമാണത്രേ അപ്പോൾ കൊഴിഞ്ഞു വീണത്. ആ വജ്രായുധം എന്ന് പറഞ്ഞാൽ തന്നെ അതീവ ശക്തിയായൊരു ആയുധമാണ്. അപ്പോൾ ആ ഒരു ശക്തിയേറിയ ആയുധം കൊണ്ട് വെട്ടിയിട്ടും ആ കൊറ്റിക്ക്, ആ ഭഗത്തിനൊന്നും സംഭവിച്ചില്ല. ആ വജ്രായുധത്തിൻ്റെ ആ ഒരു വെട്ട് കൊണ്ട മാത്രയിൽ ഒരു തൂവൽ മാത്രമാണ് കൊഴിഞ്ഞു വീണത്. അതിനുശേഷം അവിടേക്ക് വന്നത് ബ്രഹ്മദേവനായിരുന്നു. തൻ്റെ ബ്രഹ്മദണ്ഡം കൊണ്ട് പിതാമഹനും അതിനെ പ്രഹരിച്ചു. അപ്പോഴും ഒന്നും പറ്റിയില്ല. പിന്നീട് വന്നത് മഹാദേവനാണ്. മഹാദേവൻ ത്രിശൂലം കൊണ്ട് അതിനെ പ്രഹരിക്കുകയുണ്ടായി. എന്നിട്ടും ഭഗത്തിന് യാതൊരു കോട്ടവും തട്ടിയില്ല. പിന്നീട് വന്നത് വായു ഭഗവാനാണ്. വായവ്യാസ്ത്രം പ്രയോഗിച്ചിട്ടും യമദേവൻ തൻ്റെ ദണ്ഡം കൊണ്ടും ആ അസുരനെ നശിപ്പിക്കാൻ നോക്കി, സാധിച്ചില്ല. പിന്നീട് വന്നത് വൈശ്രവണൻ, അഗ്നി, വരുണൻ, ചന്ദ്രൻ, ഭദ്രകാളി, സുബ്രഹ്മണ്യൻ എന്നിവരെല്ലാവരും മാറി മാറി അവൻ്റെ മേലെ തങ്ങളുടെ ആയുധ പ്രയോഗം നടത്തി. പക്ഷേ ആ വലിയ കൊക്കും പിളർത്തിക്കൊണ്ട് ആ പക്ഷി ദേവന്മാരെ തുരത്തുകയാണുണ്ടായത്. അങ്ങനെ ഇവരെല്ലാവരും തന്നെ 10 ദിക്കിലേക്കും പലായനം ചെയ്ത മാത്രയിൽ ബ്രഹ്മാദിദേവകൾ ഭഗവാനെ തന്നെ സ്തുതിക്കുകയുണ്ടായി. ആ നേരം അത്രയും പക്ഷിയുടെ ഗളാന്തർഭാഗത്തിരുന്ന കൃഷ്ണൻ തൻ്റെ ദേഹം വലുതാക്കുവാൻ തുടങ്ങി. ഈ ഒരു കാര്യം വളരെ അർത്ഥവത്താണ്. കാരണം ആ ഭഗവാനെ വിളിച്ചാൽ മാത്രമേ നമ്മൾക്ക് വരുന്ന പലതരം പ്രശ്നങ്ങളും ഭഗവാൻ കേൾക്കുകയുള്ളൂ. ചില കാര്യങ്ങളെല്ലാം ആ പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രത്തോളം പ്രാർത്ഥന വേണം. അതുകൊണ്ടാണ് ആ ഒരു കാര്യം നടക്കാൻ വൈകുന്നത് എന്നുകൂടിയാണ് ഇവിടെ ഭഗവാൻ നമ്മൾക്ക് മനസ്സിലാക്കിച്ച് തരുന്നത്. ഈ നേരം അത്രയും ആ പക്ഷിയുടെ ആ ഗളാന്തർ ഭാഗത്ത് നിന്നിരുന്ന കൃഷ്ണൻ ഈ ദേവസമൂഹത്തിൻ്റെ ആ ഒരു പ്രാർത്ഥന കേട്ട നിമിഷം തൻ്റെ ദേഹം വലുതാക്കുവാൻ തുടങ്ങി. അങ്ങനെ തൊണ്ട മുറിഞ്ഞ ഭഗം ഒടുവിൽ എന്തു ചെയ്തു? കൃഷ്ണനെ ഛർദ്ദിച്ചു. കൊക്കും പിളർന്നുകൊണ്ട് തൻ്റെ നേരെ ഓടിയടുക്കുന്ന അതിനെ കടന്നു പിടിച്ച് കൃഷ്ണൻ നിമിഷ നേരം കൊണ്ട് ആ കൊക്കിൻ്റെ 2 പാളികളും ആന എങ്ങനെയാണോ പന ചീന്തുന്നത് അതുപോലെ 2ആയി ചീന്തിയിട്ടു. ദധാരതുണ്ടാഹസ്ഥാപ്യം കൃഷ്ണ ശാഖാം ഗജോയത എന്നാണ് ഗർഗാചാര്യർ മൂലഗ്രന്ഥത്തിൽ ഈ ഒരു ഭാഗത്തെ വർണ്ണിക്കുന്നത്. ഇതിനു മുൻപും ഭഗവാന്റെ തൃക്കൈകളാൽ മരണമടഞ്ഞ അസുരന്മാരുടേതുപോലെ ബകാസുരൻ്റെ ജീവനും തേജോരൂപേണ ഉയർന്ന് കൃഷ്ണനിൽ ലയിച്ചു ചേർന്നു. ഗോപാലന്മാർ വിസ്മയം പൂണ്ടു. ഇത്രയും ഘോരമായ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ട കൃഷ്ണനെ ഗോപബാലന്മാർ വാരിയെടുത്ത് ആശ്ലേഷിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങ് ഇച്ഛിക്കുന്നത് പോലെ ഈ അസുരൻ്റെയും പൂർവജന്മ വൃത്താന്തം കേട്ടുകൊള്ളുക. ഹൈഗ്രീവൻ്റെ പുത്രനായ ഉൽക്കലൻ ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുട കൈക്കലാക്കുകയും ഗർവിഷ്ഠനായി തീർന്നവൻ ഒരിക്കൽ സാഗരതീരത്തുള്ള ജാജലി മഹർഷിയുടെ ആശ്രമ പരിസരത്ത് ചുറ്റിക്കറങ്ങി നടക്കുകയും ചെയ്തു. ചൂണ്ടലിട്ട് മത്സ്യങ്ങളെ പിടിച്ചിരുന്നവനെ ജാജലി മുനി വിലക്കിയിട്ടും കൂട്ടാക്കാതെ അവൻ തൻ്റെ ഈ ഒരു വൃത്തികെട്ട പ്രവൃത്തി തുടർന്നു പോന്നു. അങ്ങനെ കോപം വന്ന ജാജലി മുനി അവനെ ശപിക്കുകയാണ്. കൊറ്റിയെ പോലെ മീൻ പിടിക്കുന്ന നീ ഒരു കൊറ്റിയായി തന്നെ ഭവിക്കട്ടെ എന്ന് ശാപം ശ്രവിച്ച് ഭീതനായ അവൻ അദ്ദേഹത്തിൻ്റെ ആ പാദങ്ങളിൽ വീണ് മാപ്പിരക്കുകയായി. ക്ഷിപ്രപ്രസാദിയായ ജാജലി മുനി ഉടനെ തന്നെ അവന് ശാപമോക്ഷവും നൽകി. അതാണ് ദ്വാപരാന്തത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് ശ്രീകൃഷ്ണ സ്പർശമുണ്ടായപ്പോൾ, അല്ലെങ്കിൽ ദ്വാപരാന്തത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് ശ്രീകൃഷ്ണ സ്പർശം ഉണ്ടാകുമ്പോൾ കൊറ്റിയുടെ ദേഹം ത്യജിച്ചു നീ മുക്തി നേടും എന്ന്. സജ്ജനങ്ങളുടെ കോപം തന്നെ ഒടുവിൽ മോക്ഷപ്രസാദമായി കലാശിക്കുന്നുവെങ്കിൽ അവരുടെ പ്രീതി അത്രമാത്രം അഭികാമ്യമാവുമെന്ന്
നമ്മൾക്ക് ഊഹിക്കാൻ സാധിക്കണം. അകാസുരമോക്ഷവും വത്സപാലഹരണവുമായിട്ടുള്ള കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം. സർവത്ര നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.